ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് നല്ല മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ, കൂർത്ത ഒരു കല്ലിൽ കൊണ്ടുവന്ന തലകൾ കുത്തിപ്പൊളിക്കുന്നുണ്ടവരെ. എന്നിട്ട് ചതഞ്ഞരഞ്ഞ് തലയുമായി അവരെ പിറകോട്ട് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തല പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. എന്താണ് ജിബ്രീലേ ഇത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, നബിയേ 5 നേരം നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് ആ നിസ്കാരം മലംഭാവം കൊണ്ട് മടി കൊണ്ട് ചെയ്യാതിരുന്ന, മടി കാണിച്ച, തലക്കനം ബാധിച്ചിരുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണിത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഈ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറയാ, ഇതെന്റെ ഹബീബ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? എന്റെ ഹബീബ് കണ്ടത് സത്യമാണ്. മാ സാഗൽ ബസറു വമാ ത്വഗാ. എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയാണ്. അവിടുത്തെ കണ്ണുകൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ കണ്ടു, അവരെ നാവുകൾ കുളത്തുകൊണ്ട് പിടിച്ച് പറിച്ച് കീറുകയാണ്, നാവുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ ഖുതബാഉൽ ഫിത്ന, ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നവരാണ്. ഖുതബാഉൽ ഫിത്ന, ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയ ഒരു കാര്യം രമ്യതയിലും സൗഹാർദ്ദത്തിലും പോകുമ്പോ ആരെങ്കിലും അതിന് ഇടങ്കോല് വെക്കുക, ആ വിഷയത്തെ അങ്ങ് നശിപ്പിക്കുക, ഒരു നല്ല കാര്യത്തിന് മുടക്ക് ചെയ്യുക. ഇത്തരം ആളുകളുടെ നാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയേ ഈ കാണുന്ന ശിക്ഷയെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പോക നബിയെ, പോകാം, മുന്നോട്ട് പോകാം. ഒരുപാട് ആളുകൾ ഒരു ആഴമേറിയ വിശാലമായ വലിയ പാത്രമെന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതിന്റെ അടിഭാഗത്ത് തീ വെക്കുമ്പോൾ നഗ്നരായ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആ കലത്തിന്റെ ബോട്ടിൽ നെക്കിലേക്ക് അവർ പുറത്ത് കടക്കാൻ വേണ്ടി എല്ലാവരും മേലോട്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ അവരാർക്കും കയറാൻ കഴിയാതെ അവര് വെന്തുരുകയാണ്. വീണ്ടും അല്ലാഹു പൂർണ്ണ രൂപത്തിലേക്ക് അവരെ മാറ്റുന്നു. വീണ്ടും ആ കലത്തിന്റെ താഴേക്ക് വീഴുന്നു. അടിയിന്ന് ചൂടാക്കുമ്പോ തീയങ്ങ് വരുമ്പോൾ ഇവരൊക്കെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് കയറാൻ നോക്കുന്നു. അവര് നഗ്നരാണ്. പുണ്യനബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയേ ഇവര് വ്യഭിചാരം ചെയ്തവരായിരുന്നു, അതിഷ്ടപ്പെട്ടവരായിരുന്നു. അല്ലാഹു അവരെ നശിപ്പിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ യാത്രകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഹബീബിനെ കൊണ്ടുപോയത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയത്. ഈ യാത്ര വല്ലാത്തൊരു യാത്രയാണ്. ഹബീബിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന യാത്രയാണ്. എന്നാൽ ഉമ്മത്തിന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സജ്ജമാക്കിയ യാത്രയാണിത്. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും യാത്ര പോയി കാണുന്നത് ഇരുമ്പിന്റെ കുളത്തുകളുണ്ട്. ആ കുളത്തുകൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കവിളിൽ കൊളത്തി വലിച്ച് ഇങ്ങ് ചെവിയോളം കഴുത്തിനോളം അവർ കീറി മുറിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളും വികൃതമാകുന്നു, ചോര ഒലിക്കുന്നു. അവര് തന്നെ നിലവിളിച്ച് കരയുന്നുണ്ട്. അവര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജിബ്രീലേ മാ ഹാദാ വമൻ ഹൗലാ, എന്താണ് ഈ നടക്കുന്നത്? എന്താണ് ഇവർ? ആരാണിവർ എന്ന് ചോദിക്കുമ്പോൾ നബിയേ ഹുമുൽ ഉഷാതു മിൻ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മച്ചികളായി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ അയൽപക്കങ്ങളിൽ നടന്നിട്ട്, കുടുംബങ്ങളിൽ നടന്ന്, നാട്ടിൽ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് അത് ആസ്വദിക്കുന്നവരായിരുന്നു നബിയെ. ഓരോരുത്തരെയും കുറിച്ച് കുറ്റം പറയുന്നത് അതൊരു ഇഷ്ടമായി കൊണ്ട് നടന്നവർ. അവരുടെ നാവ് കൊണ്ടും അവരുടെ ചുണ്ടുകൊണ്ടും അവര് വരുത്തിവെച്ച വിനകളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആ ശിക്ഷയുടെ ഒരു ചെറിയ രൂപമാണ് നബിയെ നിങ്ങളെ കാണുന്നത്. അവരിങ്ങനെ പറഞ്ഞു പരത്തി കുടുംബങ്ങളിൽ നാശങ്ങളും വിഘടനങ്ങളും ശത്രുതയും ഉണ്ടാക്കിയതിന് അല്ലാഹു നൽകുന്ന ശിക്ഷ ഇതാണെന്ന് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കാണിച്ചു കൊടുത്ത യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര. കഴിഞ്ഞ രാവിലെ നമ്മളത് കഴിഞ്ഞു പോയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം
ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ആ വിശുദ്ധമായ പള്ളിയുടെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അവിടെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഖബർ മസ്ജിദുൽ അഖ്സന്റെ കോമ്പൗണ്ടിലാണ്. അവിടെയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉള്ളത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ അതിന്റെ റൂട്ട് നോക്കണം. മക്കയിൽ നിന്ന് നേരെ നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ് മദീന. മദീനന്റെ നേരെ മേലെയാണ്, വടക്ക് പടിഞ്ഞാറാണ് മസ്ജിദുൽ അഖ്സ. നേർ ലൈനിലാണ്. അതുകൊണ്ടാണ് മദീനയിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈൻ. കണ്ടിട്ടില്ലേ? ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പള്ളി കാണിച്ചു തരും. രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ്. ഒരു ഖിബ്ല ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഒരു മെഹ്റാബിന്റെ ചിത്രം ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മസ്ജിദുൽ അഖ്സ നോർത്തിൽ വടക്കായിരുന്നു, മക്ക തെക്കാണ്. വടക്കിലേക്ക് റുക്കൂഅ് ചെയ്ത മുഴുവൻ ആളുകളും നിബിതങ്ങളും ഒരുമിച്ച് റുക്കൂഅയിൽ അങ്ങോട്ട് തിരിഞ്ഞു, നേരെ ഓപ്പോസിറ്റിലേക്ക്. ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലുമായി. കുഴപ്പമില്ല, വഹി നടന്ന ഒരു നിസ്കാരമാണ്. നേരെ ഓപ്പോസിറ്റ്. ആ ഒരു നേർരേഖയിൽ വരുന്ന 3 പള്ളികളാണിത്. മസ്ജിദുൽ അഖ്സ, അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ളത്. അപ്പൊ ഇടക്ക് ദൂരെയുള്ള സംഭവം ഉണ്ടാവും, ഇടക്ക് ദൂരെയുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം അന്ന് അവിടെ പള്ളി വന്നിട്ടില്ല. ആ ഇടക്ക് വന്ന ഖസ്വിയായ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. അൽ അഖ്സ ഏറ്റവും ദൂരെ എന്നല്ലേ? അപ്പൊ കുറച്ച് ദൂരം ഒരു പള്ളിന്റെ ഇടക്ക് വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന വാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് മദീനത്തെ പള്ളി ഉണ്ടായിട്ടില്ല. മദീനത്തെ പള്ളി ഉണ്ടാകുന്നതിന് ശേഷമാണ്. ആ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട്. അവിടെയാണ് യൂനുസ് അലൈഹിസ്സലാം, അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെയാണ് സാറ ബീവി ഉള്ളത്, ഇബ്രാഹിം നബിയുടെ ഭാര്യ, ഇസ്ഹാഖ് നബിയുടെ ഉമ്മ. അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബിയും ഭാര്യ റിഫ്ഖ ബീവിയും ഉള്ളത്. അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത്. അതൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുമാണ്. ഇങ്ങനെ ബറക്കത്തുള്ള വല്ലാത്തൊരു നാട്. അർളുൽ മഹ്ശരി വൽ മൻശർ. നാളെ അല്ലാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ വിചാരണ ചെയ്യുന്ന മൈതാനം മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറൂസലേമും അതിന്റെ പരിസരങ്ങളുമായിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ഭൂമി അല്ലാഹു നിരപ്പാക്കും. മഹ്ശറ എന്ന ആ സ്ഥലം വരുന്നത് ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന പ്രദേശമാണ്. മഹ്ശർ ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. ഇന്നത്തെ ജോർഡാൻ, ലെബനോൻ, സിറിയ, ഫലസ്തീൻ, ഈ ഏരിയക്കാണ് അന്ന് ഷാം എന്ന് പറയാൻ. പ്രധാനപ്പെട്ട ഫലസ്തീൻ തന്നെയാണ് അതിൽ. അവിടെയാണ് മഹ്ശർ സംവിധാനിക്കപ്പെടുന്നത്. അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി വരുന്നത്. ഈ ഷാമിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ. വെളുത്ത ഒരു മുനാരത്തിലൂടെ സുബഹി നേരം 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ. മുത്തുപോലോത്ത വളരെ മനോഹരമായ വജ്രകണങ്ങളെ പോലോത്ത വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്ന പോലെ ഈസാ നബി അലൈഹിസ്സലാം കുളിച്ചിറങ്ങുന്ന പോലെ അൽ മനാറത്തുൽ ബൈളാ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെയാണ് വരിക. ഇത് പറയുമ്പോഴേ ഡമസ്കസ് എന്ന് പറഞ്ഞ നാട് തങ്ങൾ ഈ പറയുന്ന സമയത്തില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഉണ്ടായ നാടാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെ കൂഫയും ബസറയും ഉണ്ടാണ്. അതുവരെ ഈ ഇറാഖിൽ ആ 2 നാടില്ല, ആ 2 പ്രവിശ്യകളില്ല. എന്ന പോലെ ഡമസ്കസ് ഇല്ലായിരുന്നു. തങ്ങളുടെ പേരാ ഡമസ്കസ്. അവിടെ ഒരു നഗരം വരും. ഇന്ന് സിറിയന്റെ തലസ്ഥാനം. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഇന്നുണ്ട് ആ പള്ളി. അൽ മസ്ജിദുൽ അമവി. 1350 കൊല്ലായി, 1400 കൊല്ലത്തിനടുത്തെത്തി. അൽ മസ്ജിദുൽ അമവി. ആ പള്ളിയുടെ മുനാരമാണ് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി. ഇതും ഷാമിന്റെ ഉള്ളിൽ. അവിടെയാണ് മഹ്ശർ വരുന്ന ഈസാ നബി ഇറങ്ങി വരുന്ന പള്ളി. അതാണ്. അവരിറങ്ങി വരുമ്പോ ആ പള്ളിയിൽ ഇമാം മഹ്ദി തങ്ങൾ സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കുകയായിരിക്കുന്നു. ആ പള്ളിയെ ബാരിക്കേഡ് കെട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ അതാ വരുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം.
ഇമാം മഹ്ദി തങ്ങൾ പറയും, ഈസ നബിയേ ഇന്നത്തെ സുബഹി നിസ്കാരത്തിന് നിങ്ങൾ ഇമാം നിൽക്കണം. അപ്പൊ പറയും, ഇമാമുക്കും മിൻകും, നിങ്ങളിലെ ഇമാം ഉമ്മത്ത് റസൂലുള്ളാഹിയിലെ നിങ്ങൾ തന്നെയാണ്, ഞാൻ നിൽക്കൂല, ഞാൻ മഅ്മൂമായിക്കോളാം. അങ്ങനെ ഇമാം മഹ്ദി ഇമാമായി നിന്ന് 2 റക്അത്ത് സുബഹി നിസ്കരിച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ പിടിക്കാനുള്ള യാത്രക്ക് ആരംഭിക്കുന്നത്. ഈസാ നബിയുടെ ദഅവത്ത് ആരംഭിക്കുന്നത് ഈ നാട്ടിലാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഹദീസിൽ തങ്ങൾ പറഞ്ഞത് ഫസാദു ഷാം ഫസാദു ദുനിയ, അതുകൊണ്ട് ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഫലസ്തീനിലും ജോർഡാനിലും ലെബനോനിലും സിറിയയിലും, ഈ 4 നാടുകൾ പ്രദേശത്തിന് ഷാം എന്ന് പറയാം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര അപകടമാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ചില സബബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, ഇതൊക്കെ പുണ്യനബി നമ്മളോട് പറഞ്ഞു പോയ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പറയാം. അർളുൽ മഹ്ശരി വൽ മൻശർ, ഇത് പുനരുദ്ധാരണ നാൾ അല്ലാഹു സംവിധാനിക്കുന്ന പ്രദേശമാണ്. ഹബീബായ നബി തങ്ങൾ അംബിയ ഇനി 2 റക്അത്ത് ഇമാമായി നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ സംശയം വരും, നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജ് പോയിട്ടല്ലേ? അപ്പോ അവിടെ പോണിന് മുമ്പ് തന്നെ തങ്ങൾ നിസ്കരിച്ചല്ലോ, അപ്പൊ എവിടെ നിന്നാ തങ്ങൾ നിസ്കാരം മനസ്സിലായത്? പുണ്യനബിക്ക് നിസ്കാരമുണ്ട് മക്കയിൽ. മക്കയിലായിരിക്കെ തന്നെ നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അലാ സ്വലാത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരമുണ്ട് നബി തങ്ങൾക്ക്. റക്അതാനി ഫിൽ വുദൂഇ വറക്അതാനി ഫിൽ അസ്വീൽ, രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് തഹജ്ജുദ് എന്ന് ഫർളായിരുന്നു, സ്വഹാബികൾക്ക് ഫർളല്ല. സ്വഹാബികൾ നബി തങ്ങൾ നിസ്കരിക്കുന്ന കണ്ട് നിസ്കരിച്ചവരുണ്ട്, പക്ഷെ തങ്ങൾക്ക് നിസ്കാരമുണ്ട്. മക്ക കാലഘട്ടം, മദീനയിലേക്ക് 13 കൊല്ലം കഴിഞ്ഞ ശേഷം നിസ്കാരവും ജുമുഅക്ക് വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. ഭയങ്കര അത്ഭുതമല്ലേ അത്? പുണ്യനബി ഏറ്റവും വലിയൊരു മഹാസമ്മേളനത്തിന്റെ സാക്ഷിയായി, അങ്ങനത്തെ ഒരു സമ്മേളനം ലോകത്ത് നടന്നിട്ടില്ല. 1,24,000 വരുന്ന പ്രവാചകന്മാർ, അവർക്ക് മുഴുവനും അല്ലാഹു റിസറക്ഷൻ നൽകി, പുനരുദ്ധാരണം നൽകി, ജീവനോടെ ശരീരത്തോടെ അഷ്റഫുൽ ഖൽഖിന് വേണ്ടി അല്ലാഹു ജെറൂസലേമിലെ പള്ളിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അവര് മുഴുവനും അവിടെ ഹബീബിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ അംബിയാഇന്റെ ഇമാമാണ്, അവരുടെ നേതാവാണ്, അവരുടെ സയ്യിദാണ്, ഖാതിമുർ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത പണിയാണത്. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ 2 കഷ്ണം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ, നബിയേ ഇതിൽ തത്വജ്ഞാനങ്ങളുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയോ ഹിക്മത്തുണ്ടല്ലോ, വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ നബി തങ്ങളുടെ മുഖം ചമന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹബീബ് ദേഷ്യപ്പെട്ടത്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ ലൗ കാന മൂസാ ഹയ്യൻ, മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ, സാക്ഷാൽ മൂസ നബി പോലും എന്റെ ഖുർആനാണ് സ്വീകരിക്കുക, തൗറാത്തായിരിക്കില്ല. അങ്ങനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഖുർആനും അതിന്റെ ഹദീസുകളും മനസ്സിലാവുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എവിടെയാണ് സത്യം എവിടെയാണ് മിഥ്യയെന്നറിയാതെ, ഏതാണ് ചേർക്കപ്പെട്ടത് ഏതാണ് അടിസ്ഥാനപരമായ റബ്ബിന്റെ വചനങ്ങൾ എന്ന് മിക്സായി പോയ ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിലെടുക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ, മൂസാ നബി സാക്ഷാൽ തൗറാത്ത് കൊണ്ടുവന്ന നബി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മൂസാ നബി ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ, എന്നെയായിരിക്കും മൂസ നബി പിൻപറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കഥീബുൽ അഹ്മർ, മൂസ നബിയുടെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ചാവുകടലിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ജെറുസലേമിൽ നിന്ന് എക്സിറ്റ് ആയാൽ പിന്നെ താഴേക്ക് പോവുക, ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ താഴേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം, ചാവുകടൽ നിൽക്കുന്ന സ്ഥലം, അദ്നൽ അർള് ഗുലിബത്തിർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ, യൂറോപ്പുകാർ പരാജിതരായി എന്ന് പറയുന്ന ഭാഗം, പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. എവിടെ? ഫീ അദ്നൽ അർള്, at the lowest point of earth, ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലം. ഇത് ഖുർആൻ പറയുമ്പോഴേ ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല ചാവുകടൽ ഭൂമിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണെന്ന്. അത് ഖുർആൻ പറഞ്ഞൊരു അത്ഭുതമാണ്. ഫീ അദ്നൽ അർള്, ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം. ദുനിയാവിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലം വേറല്ല.
സമുദ്രം കോഴിക്കോട് നമ്മളെ കടൽ പറയില്ലേ, സമുദ്രനിരപ്പ് നില കാണിക്കുക. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 300 ചില്ലറ മീറ്റർ താഴെയാണ് ചാവുകടൽ എന്ന കടൽ കിടക്കുന്നത്. ചാവുകടൽ, ഒരു ജീവി അതിനുള്ളിലില്ല. സമൂദ് ഗോത്രക്കാരെ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതിന്റെ വക്കത്താണ്, അതിന്റെ പരിസരത്താണ്. ആ സംഭവത്തെ ഖുർആൻ പറഞ്ഞ അത്ഭുതം നോക്കണം. ഫീ അദ്നൽ അർദ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ആ ഒരു ചാവുകടലിലേക്ക് പോകുന്ന, ആ ചാവുകടലിൽ ചെന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ജോർഡാൻ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈലാത്ത് വഴി ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ വലതുഭാഗത്ത് കാണാം ദരീഹുൻ നബി മൂസ അലൈഹിസ്സലാം. ദിസ് ഈസ് ദ മൗസ്ലിയം ഓഫ് പ്രൊഫറ്റ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ് ഇവിടെ. ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും മൂസാ നബി അലൈഹിസ്സലാം. തങ്ങൾ യാത്ര പോകുമ്പോൾ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അലൽ കസീബിൽ അഹ്മർ, ചമന്ന ഒരു കുന്നിന്റെ അരികത്തുകൂടെ ചെല്ലുമ്പോ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കണ്ടു. അമ്പിയ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് മുസ്ലിമിന്റെ വിശ്വാസവും അഖീദയുമാണ്. ഇതില് തർക്കിക്കാൻ വന്നാൽ പ്രശ്നമാണ്, ഈമാനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പുണ്യനബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മരിച്ചു പോയില്ലേ, തീർന്നില്ലേ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. അമ്പിയ ജീവിച്ചിരിക്കുന്നവരാണ്, അഹ്യാ ആണ്.